കേരളത്തിൽ ബി.ജെ.പിക്കും വർഗീയ ശക്തികൾക്കും ഇടം നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് CPM ഇപ്പം നടത്തുന്നത്. വർഗീയ ശക്തികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് CPM ചെയ്യുന്നത്. പച്ചയ്ക്കുള്ള വർഗീയതയാണ് CPM ഇപ്പം ചെയ്യുന്നത്. ബി.ജെ.പി ചെയ്യുന്ന അതേ വഴിയിലൂടെയാണ് കേരളത്തിലെ CPM യാത്ര ചെയ്യുന്നത്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ്, ഒരു സംശയ കാര്യത്തിലില്ല. ആ കൂട്ടുചേർന്ന് പോട്ടെ. ഞങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാട്ടും. അതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങളത് ചെയ്യും കൃത്യമായി. അത് അവര് വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്ക് NSSമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്, സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ. അവര് സമദൂരമാണ് സിദ്ധാന്തം, അവരുടെ സമദൂര സിദ്ധാന്തം. അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാവേണ്ട കാര്യം? എന്താ? അദ്ദേഹം വർഗീയതയ്ക്കെതിരായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി വർഗീയവാദികളെ NSSന്റെ അടിച്ചതിന്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹവുമായിട്ടോ NSSുമായിട്ടോ ഒരു തർക്കമില്ല.